ഹലോ, നമ്മൾ അടിക്കാൻ പോകുന്ന ഒരു ക്രോപ്പ് ടോപ്പാണ്. ഈ തുണി വെച്ചിട്ടാണ് നമ്മൾ അടിക്കാൻ പോകുന്നത്. ഈ തുണി ഞാനൊരു മേടിച്ചിട്ട് ഒരു 3-4 കൊല്ലം മുന്നേ വാങ്ങിച്ചിട്ടുള്ളൊരു തുണിയാണ്. ഇത് അലമാരയ്ക്കേണ്ടത് ഇപ്പോഴാണ് എനിക്കൊരു അടിക്കാനുള്ളൊരു മൂഡ് വന്നത്. അപ്പോൾ നമ്മൾ ഈ ടോപ്പായിട്ട് ഒരു ക്രോപ്പ് ടോപ്പ് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് അടിച്ചിട്ട് കാണാം. ഞാനിപ്പോൾ ഇത് വെട്ടണത് രാത്രിയിലാട്ടോ. രാത്രിയിലാണിത് ഇത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് 4 മടക്കിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുണി വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് അടിച്ചിട്ട് നമ്മൾ കഴുത്തും നമ്മൾ വീനക്കാണ് അടിക്കാൻ പോകുന്നത്. കഴുത്തും നമ്മുടെ ഷോൾഡറൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഫ്രണ്ടിൽ വീനക്കും ബാക്കിൽ റൗണ്ടാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ഇനി സ്ലീവ് വെട്ടണം. അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇനി വേറെ പണിയൊന്നുമില്ല. സ്ലീവും പിന്നെ ഈ 2 പോർഷനും കൂടി വെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കട്ടിങ് കഴിഞ്ഞു. നമുക്ക് ഇനി അടിക്കാൻ, പക്ഷേ ഇത് അടിക്കാൻ കുറച്ച് പണി വരും. കാരണം ഇത് ഒരു ബനിയൻ ടൈപ്പ് പോലത്തെ ഒരു തുണിയായിരുന്നു. സോ നമ്മുടെ സാധാരണ മെഷീൻ അടിക്കുമ്പോൾ കുറച്ച് പാടാണ്. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാണ് ഇത് അടിച്ച് തീർത്തത്. കുറേ അടിക്കും, പിന്നെ അത് സ്റ്റിച്ച് ഇങ്ങനെ കിട്ടാണ്ടാവും. പിന്നെ ഞാൻ വീണ്ടും സ്റ്റിച്ചൊക്കെ പറിച്ചെടുത്ത് വീണ്ടും അടിക്കും. പിന്നെ സ്റ്റിച്ച് അകന്നകന്ന് പോകും. അങ്ങനെ ലാസ്റ്റ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു വീനെക്ക് ഷേപ്പാണ് നമ്മൾ അടിച്ചിട്ടുള്ളത്. ഒരു വൽവറ്റ് ടൈപ്പാണ്. നമുക്ക് കുറച്ച് ടൈറ്റും പോലെ, പക്ഷേ അത് ലൂസായിട്ടാണ് അടിച്ചത്. പക്ഷേ നമുക്കൊരു വൽവറ്റ് ടൈപ്പാണ്, കുറച്ച് ടൈറ്റ് പോലെ ഇരിക്കും. അങ്ങനെ നമ്മൾ ഇത്രയേ ഉള്ളൂ. ഈ പാവാട ഞാൻ മേടിച്ചത് എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് വാങ്ങിച്ചൊരു പാവാട ഇട്ടത്. കുറേ കൊല്ലം മുന്നുള്ള പാവാടയാണ്, ഒരു 5-6 കൊല്ലം മുന്നേ ഉള്ളൊരു പാവാടയാണ്. നമ്മളിതിൻ്റെ സ്ലീവ് ഫുൾ സ്ലീവ് ആയിട്ട് അടിച്ചിട്ടുള്ളത്. ക്രോപ്പ് ടോപ്പിന് ഒരു ഫുൾ സ്ലീവ് ഇടണമെന്ന് കുറേ കാലം മുന്നുള്ള ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ ഫുൾ സ്ലീവ് ആണ് ഇതിനെ അടിച്ചിട്ടുള്ളത്. പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതിപ്പോൾ എല്ലാവർക്കും അടിക്കാൻ ഇനി ഫോട്ടോ, കുറച്ച് വീഡിയോ, കുറച്ച് പോസും. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാം. അതിലിടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് കമ്മലിടാൻ മറന്നുപോയി. കമ്മലിൻ്റെ ഓർമ്മയിൽ ഞാൻ പൊതുവേ കമ്മലിട്ട് ഇടക്കാറില്ല. അപ്പോൾ ഇങ്ങനെ ഒരുങ്ങിനിടയ്ക്ക് കമ്മൽ പിന്നീട് അലച്ചിട്ടിരുന്ന്, പക്ഷേ അതിൻ്റെ കമ്മലിടാൻ മറന്നുപോയി. അത് ഞാൻ കമ്മലൊക്കെ എടുത്തിട്ട് ഇനി കുറച്ചിൻ്റെ ഷോയാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റ ബൈ, സീ യു.